ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തിനോട് ചോദിച്ച് മേടിച്ചോ. ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം കിട്ടണ കാശ് കൊടുത്താൽ കിട്ടില്ലേ. സ്വർണ്ണമൊക്കെ കാശ് കൊടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ, ഞാൻ സാരിയൊക്കെ കൊടുത്ത ഒരു ഫംഗ്ഷന് പോകണം. ഇതെൻ്റെ കമ്മലാട്ടോ. ഞാനൊരു 15 വർഷം മുമ്പ് ഓർഡർ ചെയ്ത് ചെയ്യിച്ചാട്ടോ. 2.5 പവൻ അവർ ചെയ്തു വന്നപ്പോൾ 2.5 പവനുണ്ട്. ഇത്രയും വേണ്ട, അന്നൊക്കെ ഇത് മേടിച്ച് വെച്ചത് ഇപ്പോൾ നന്നായി. ഇത്രയും സ്വർണ്ണത്തിന് വില കയറിയില്ലേ. എനിക്കിഷ്ടം ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു കമ്മലിട്ടിട്ട് ഇടുമ്പോൾ തന്നെ ഒരു നിറവാണ്. എനിക്ക് വലിയ സന്തോഷമാട്ടോ. അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് എന്തോരം വേണം ഇങ്ങനെ കമ്മലും ജിമുക്കുകളൊക്കെ ഫാഷൻ അനുസരിച്ച് ഞാനിതിങ്ങനെ പറഞ്ഞ് പണിയിച്ചതാണ്. അപ്പോൾ ഞാനതാ പറയണേ, ഫാഷൻ ഒത്തിരി നോക്കണം എന്ന് പറയണത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഫാഷൻ നോക്കുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, നമുക്ക് 15 വർഷം മുമ്പ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണ്ടോ എന്തെങ്കിലും ഫാഷൻ ഔട്ടായിട്ടുണ്ടോ? ഇത് കാണും. അപ്പോൾ അത് അതിൻ്റെ ഗുണം. 15 വർഷം മുമ്പ് എടുത്താലും ഇപ്പോഴും ഏറ്റവും അപ്ഡേഷൻ വരും. അപ്പോൾ ഇന്ന് കുറച്ച് മാല കാണാം കേട്ടോ. പ്രീമിയം മാല കളക്ഷനാട്ടോ. ഇതൊക്കെ 5.5 പവൻ കേട്ടോ. പൽസേ ഫോൺ ഇത് 5.5 പവൻ്റെ ഈ മാല ഇട്ടാൽ എങ്ങനെയുണ്ട്? ഈ സാരിക്ക് സൂപ്പറല്ലേ? ഒരു മാല മതി. ഈ 5.5 പവൻ്റെ മാല എന്ന് പറയുമ്പോൾ അയ്യോ സ്വർണ്ണത്തിന് എന്തുമില്ല. നമ്മളിപ്പോൾ കയ്യിൽ കാശ് 2-3 ലക്ഷം കൊണ്ടൊക്കെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാൽ ഒരു ടൂറിന് പോയാൽ തികയില്ല. ഇതൊക്കെ ഒരു അസറ്റാണ്. നമുക്ക് നല്ലപ്പോൾ ഇച്ചിരിയൊക്കെ മേടിച്ച് വെക്കണം, നല്ലതാണ്. ഒരാവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാണ്ടിരിക്കാം. വിറ്റ അപ്പം 10 മിനിറ്റും കൊണ്ട് കാശ് കിട്ടണം. വേറെ ഒരു സംഭവമില്ല. അപ്പം ലിക്വിഡ് അസറ്റായിട്ടാണ് സ്വർണ്ണത്തിനെ കാണണേ. ഇത് കണ്ടോ, ഇതൂര് നല്ല പണികളാണ് നിങ്ങൾക്ക് വേണ്ടി നോക്കി എടുത്ത് വെച്ചേക്കണേ. നോക്കി, ഇത് നോക്കിക്കേ. ഇതെല്ലാം 5.5 കേട്ടോ. ഇത് ഭംഗിയാന്ന് നോക്കിക്കേ. അടിപൊളിയല്ലേ? സൂപ്പർ സംഭവമല്ലേ? ഇപ്പം ഞാൻ കൺഫ്യൂഷനിലാണ് ഏതിടണം. ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഏതെടുത്ത് ഇതിന് ചേരണേന്നൊക്കെ ചോദിച്ചിങ്ങനെ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? നോക്കിയേ, സൂപ്പർ അല്ലേ? ഇതെല്ലാം 5.5 കേട്ടോ. അപ്പം നല്ല പണികളല്ലേ? നോക്കിക്കേ. ഇതൊക്കെ കണ്ടോ, എന്തോ ഒരു നല്ല മുത്ത് പോലെ ഇത് ഇങ്ങനെ ഇത് ഹാങ് ചെയ്ത് ഇതിങ്ങനെ അനങ്ങണുണ്ട് കേട്ടോ. ഇത് നല്ല രസം. എനിക്കിങ്ങനെ ഇപ്പം ലോങ് ഇഷ്ടമാണ്. ഇങ്ങനെ കിടക്കണേ എനിക്കിഷ്ടമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഗോതമ്പ് മണി കണ്ടായിരുന്നോ? അയ്യോ, ഗോതമ്പ് മണി പോലെ എത്ര ലെയറാ? 5-6 ലെയർ. എന്ത് രസം. ഇത് കണ്ടോ, ഇലക്ട്രോഫോം ആട്ടോ. ഇലക്ട്രോഫോമിൻ്റെ ഇത് നല്ല രസം. ഇത് 3.5 ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ 5 പവൻ സംതിങ് കൂടെയുണ്ട്. 5 പവൻ നോക്കുമ്പോൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ പണ്ടൊക്കെ അമ്മമാരുടെ കഴുത്തിൽ 5 പവൻ്റെ മാലയൊക്കെ ആയിരുന്നു എൻ്റെ അമ്മച്ചിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഒരു അസറ്റല്ലായിരുന്നോ? ഇപ്പം ആ മാലയുള്ളവരുടെ കയ്യിൽ എത്ര രൂപയായി നോക്കി. ഇത് കണ്ടോ, ഇതിൻ്റെ കണ്ടോ 3 ലെയർ. ഭയങ്കര പക്ക ആൻറ്റിക്കാട്ടോ. ഇത്രയും ആൻറ്റിക്ക് അല്ലാത്ത സംഭവം ഉണ്ട് ഈ സൈസിൻ്റെ. അപ്പം മേക്കിംഗ് ചാർജ് കുറയും അതിന്. കണ്ട ഇതുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഇത്രയും ആ പ്രീമിയം സെറ്റിൻ്റെ ഗ്ലാമർ വരില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട്. അപ്പം നമുക്ക് ഈ 5.5 പവനെന്നാൽ നമുക്ക് ഇങ്ങനെ സ്കീമുണ്ടെന്നേ. അതിമനോഹരമായ 2 സ്കീമുണ്ട്. ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് വന്ന് കൂടുക കേട്ടോ. അതെനിക്ക് വലിയ അനുഗ്രഹമായി. എല്ലാവരും ഒരു ദിവസം 3-4-5 പേരെല്ലാം ഇങ്ങോട്ട് വന്നിട്ട്, നമ്മൾ ഇന്ന് വീഡിയോയിൽ സ്കീമിൻ്റെ കാര്യം പറയണില്ലേ, അപ്പോൾ ഇങ്ങോട്ട് വന്ന് സ്കീമിൽ കൂടുക. നമുക്കൊരു സേവിങ്സ്, നമുക്കടെ കള്ളം വരില്ല. അങ്ങനെയെങ്കിൽ വീട്ടിൽ കാറുണ്ട്, ലോറിയുണ്ട്, എന്തൊക്കെയാണ് വീട്ടിലെടുത്തുകൊണ്ട് പോകാൻ പറ്റിയതുണ്ട്. ഏത് കള്ളം വരും? ഒരു കള്ളനും വരില്ല. നമുക്കടെ മുതൽ നമുക്ക് സൂക്ഷിക്കാൻ ആവശ്യമുള്ളപ്പോൾ പണയം വയ്ക്കാം. അല്ല, എൻ്റെ സ്വർണ്ണം അധികവും തന്നെ അങ്ങനെ ഓരോന്നിൽ കൊണ്ടുപോയി വെച്ചേക്കും കേട്ടോ. അഗ്രികൾച്ചർ ലോണിലൊക്കെ ഇരിക്കണം എൻ്റെ സ്വർണ്ണം. എൻ്റെ കയ്യിൽ ഒരു 2 ഗ്രാമിൻ്റെ മാലയും കപ്പലും മാത്രമേ ഉള്ളൂ. കാര്യം കട നടത്തുന്ന ആളാണെങ്കിലും അതൊക്കെ ഉള്ളൂ. എല്ലാം ഓടിച്ചുകൊണ്ട് നടക്കണ്ടേ. അപ്പോൾ നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ സ്വർണ്ണക്കട അല്ല തുണിക്കട തുടങ്ങിയപ്പോൾ എൻ്റെ സ്വർണ്ണം അപ്പടിയും വിറ്റതാണ്. അപ്പം പിന്നെ വില കുറയുമ്പോൾ മേടിക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. 20,000 രൂപയ്ക്ക് വിറ്റട്ടെ. പിന്നെ 54,000 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇനി സ്വർണ്ണം വില കുറയണം നോക്കിക്കൊണ്ടിരിക്കേണ്ട. ചരിത്രം നോക്കി അതിനെ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. ഇടയ്ക്കെങ്ങാനും കുറഞ്ഞാലും പിന്നെയും കയറി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉടനെ ഒരു സ്കീമിൽ കൂടെ ഇതൊക്കെ നല്ല ഇങ്ങനെ ഗ്രാൻഡ് സാധനം മേടിക്കും. ഒരു കാലത്ത് ഫാഷൻ പോലും അടുത്ത തലമുറയ്ക്ക് മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ കൊടുക്കാം. ഇപ്പം ഡയമണ്ട്സ് സെച്ചോടി മുദ്രയുള്ള GST ഉള്ള സാധനം എടുക്കുവാണെങ്കിൽ അത് എപ്പോഴും ഒരു അസറ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ. എപ്പോഴും വീഡിയോ കാണുകയല്ലേ, ഞാനിതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ നമുക്ക് ഓൺലൈനുണ്ട്. ഓൺലൈനിൽ ഇവിടെ വന്നാലും സെയിം തന്നെയാണ് കേട്ടോ ഡിസ്കൗണ്ടുകളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ എടുക്കാം. അയലക്കാർക്ക് ഗൂഗിൾ പേയിൽ കൂടി നമ്മുടെ സ്കീമിൽ ഇതും എടുക്കാം കേട്ടോ. ഒന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഉറപ്പ്. ഇങ്ങനെ
നമ്മളിങ്ങനെ സ്കീമിൽ അങ്ങനെ കാണാണ്ട് എടുത്താലോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറയണതല്ല. ഞാൻ യേശുവിനെ പറയണത് നിങ്ങളത് കേട്ടാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. എൻ്റെ ജീവിതം രക്ഷപ്പെട്ട് എനിക്ക് ഈ പ്ലാറ്റ്ഫോം, ഈ സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ തന്ന ആളുടെ കാര്യം ഞാൻ പറയണ്ടേ. അതാട്ടോ ഞാൻ യേശുവിനെ പറയണത്. അല്ലാണ്ട് ഇങ്ങനെ യേശുവിനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസ്തയിട്ട് കൊണ്ടുവരാനല്ല. യേശുവിനെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇതുണ്ട്. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ശരി എന്നാൽ അപ്പോൾ യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.